Hi friends, Learn Bizile പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ റേഷ്യോ അനാലിസിസ് മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ഡേറ്റ് ആയിട്ട് ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതാണ്. ഓക്കെ, മൂന്നാമത്തെ ചാപ്റ്റർ ആണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. റേഷ്യോ അനാലിസിസ് ഫിനാൻഷ്യൽ അനാലിസിസിൻ്റെ ഒരു ടെക്നിക്സ് ആണെന്ന് നമുക്കറിയാം. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെറുതായിട്ട് നമ്മളത് നോക്കിയിരുന്നു. റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ടു ഫിഗേഴ്സിൻ്റെ ന്യൂമറിക്കൽ റിലേഷൻഷിപ്പാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. അതിന് കുറച്ച് ഒബ്ജക്റ്റീവ് ഉണ്ട്. ടു സ്റ്റഡി ദ ഷോർട്ട് ടേം സോൾവൻസി ഓഫ് ദി ഫേം ആൻഡ് ദ ലോങ് ടേം സോൾവൻസി ഓഫ് ദി ഫേം. ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടുമുള്ള ഫേമിൻ്റെ സോൾവൻസി സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ എത്രത്തോളം പ്രോഫിറ്റബിലിറ്റി ഒരു ഓർഗനൈസേഷൻ ഉണ്ട് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു റേഷ്യോ അനാലിസിസ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എത്രത്തോളം പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു റേഷ്യോ അനാലിസിസ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ, നല്ല രീതിയിലുള്ള കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ടും ഈ ഒരു റേഷ്യോ അനാലിസിസ് കൊണ്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, കമ്മ്യൂണിക്കേറ്റ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലുള്ള ഒരു സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഇതിനോട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി ഓർ യൂസേഴ്സ് ഓഫ് റേഷ്യോ അനാലിസിസ്. ആരൊക്കെയാണ് റേഷ്യോ അനാലിസിസ് നൗ എ ഡേയ്സ് യൂസബിൾ ആക്കുന്നത് എന്നാണ്. യൂട്ടിലിറ്റി ഓഫ് മാനേജ്മെൻറ്റ്, മാനേജേഴ്സ് യൂസ് ചെയ്യുന്നത്, അതായത് വേരിയസ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, ടോപ്പ് ലെവൽ മാനേജേഴ്സ്, മിഡിൽ ലെവൽ മാനേജേഴ്സ്, ലോവർ ലെവൽ മാനേജേഴ്സ് ഒക്കെ തന്നെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. യൂട്ടിലിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എത്രത്തോളം പ്രോസ്പെരിറ്റിയിൽ എത്രത്തോളം പ്രോഫിറ്റബിലിറ്റിയിൽ ഈ ഒരു ഓർഗനൈസേഷനിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ ഷെയർ ഹോൾഡേഴ്സും ഇതൊന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ യൂട്ടിലിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് പറഞ്ഞാൽ സപ്ലയേഴ്സ് ഒക്കെ, നമ്മൾ ഗുഡ്സ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവർ എത്രത്തോളം പ്രോഫിറ്റ് ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് ക്യാഷ് ലഭിക്കും. അതുകൊണ്ട് തന്നെ അവർ റേഷ്യോ അനാലിസിസ് യൂസ് ചെയ്യുന്നതിൻ്റെ ബേസിൽ അവർക്ക് പ്രോസ്പെരിറ്റി ഉണ്ടാവും, പ്രോഫിറ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റേഴ്സും ഇത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. യൂട്ടിലിറ്റി ടു എംപ്ലോയീസ് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷന് മസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. അവരൊരു ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റി ആണ് പോകുന്നതെങ്കിൽ അവർക്ക് ഇൻസെൻറ്റീവ്, വേജ്, ഫ്രിഞ്ച് ബെനിഫിറ്റ് അതൊക്കെ ലഭിക്കും. അതുകൊണ്ട് തന്നെ അവരെന്താണ് റേഷ്യോ അനാലിസിസിനെ കൺസിഡർ ചെയ്യും. യൂസസ് ടു ഗവൺമെൻറ് ടാക്സസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഗവൺമെൻറ്റ്സും ഇത് യൂസസ് ആക്കുന്നുണ്ട്. ഇത്രയുമാണ് യൂസസ് ഓഫ് റേഷ്യോ അനാലിസിസ്. അടുത്ത ഭാഗം എന്ന് പറയുന്നത് ലിമിറ്റേഷൻസ് ഓഫ് റേഷ്യോ അനാലിസിസ് ആണ്. ഓൺലി ഒരു 3 or 4 പോയിന്റ്സ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക, അത് നിങ്ങൾക്ക് കാര്യമായിരിക്കും. നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് ഇഗ്നോർഡ്, അതായത് ന്യൂമറിക്കൽ ആയിട്ടുള്ള വാല്യൂസിനാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് ഇഗ്നോർ ചെയ്യാണ്. അതുപോലെ തന്നെ നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ജഡ്ജ്മെൻറ്റ്, അതായത് ഈ ഒരു റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്ന ഒരു കൺക്ലൂഷനിൽ എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ജഡ്ജ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ഇഗ്നോർഡ്, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് മാത്രമേ ഇത് കൺസിഡർ ചെയ്യുന്നുള്ളൂ, ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നില്ല. ഇത്രയും ലിമിറ്റേഷൻസ് ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. നിങ്ങൾ ഇതുവരെ പഠിച്ചതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് ഒരു പോയിന്റ് കൂടി പഠിക്കുക, ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോ അനാലിസിസ്. മെയിൻലി 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ഒന്ന് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിൽ, ഒന്ന് ഇമ്പോർട്ടൻസിൻ്റെ ബേസിൽ, ഒന്ന് നേച്ചർ ഓർ ഫംഗ്ഷൻ്റെ ബേസിൽ. അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിൽ ബാലൻസ് ഷീറ്റ് ഓർ ഫിനാൻഷ്യൽ റേഷ്യോസ്, ആൻഡ് സെക്കൻഡ് വൺ പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റേഷ്യോസ്, ആൻഡ് ദെൻ തേർഡ് പറയുന്നത് കമ്പൈൻഡ് ഓർ മിക്സ്ഡ് റേഷ്യോ. In accordance of importance in the basis, primary ratio and secondary ratio. On the basis of nature and function the basis, liquidity ratio, leverage ratio, activity ratio and profitability ratio and market test ratio. Classification le main point ആയിട്ടുള്ള liquidity ratio ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Liquidity ratio ലെ 3 type of ratios ആണുള്ളത്. Current ratio, liquidity or quick ratio, super quick ratio. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കറൻറ്റ് റേഷ്യോ. കറൻറ്റ് റേഷ്യോ ഇസ് ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് ഫിനാൻഷ്യൽ റേഷ്യോ. ഇതൊരു ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫോം ഓഫ് ഫിനാൻഷ്യൽ റേഷ്യോ ആണ്. 1891 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറൻറ്റ് അസറ്റ്സ് ആൻഡ് കറൻറ്റ് ലാബിലിറ്റീസ്. ഇക്വേഷൻ വരികയാണെങ്കിൽ കറൻറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു കറൻറ്റ് അസറ്റ് ഡിവൈഡ് ബൈ കറൻറ്റ് ലാബിലിറ്റീസ്. കോമ്പണൻസ് ഓഫ് കറൻറ്റ് റേഷ്യോയിൽ ഇൻക്ലൂഡഡ് ആണ് കറൻറ്റ് അസറ്റും കറൻറ്റ് ലാബിലിറ്റീസും. കറൻറ്റ് അസറ്റ് എന്താ, കറൻറ്റ് ലാബിലിറ്റീസ് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. അതുപോലെ തന്നെ ഇതിൽ വരുന്ന വേറൊരു ഭാഗമാണ് വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കറൻറ്റ് റേഷ്യോ മാനിപ്പുലേറ്റ് ചെയ്ത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ വിൻഡോ ഡ്രസ്സിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തതാണ് ലിക്വിഡ് റേഷ്യോ ഓർ ക്വിക്ക് റേഷ്യോ. ഇസ് ദ എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിക്വിഡ് അസറ്റ്സ് ആൻഡ് കറൻറ്റ് ലാബിലിറ്റീസ്. ഇതിൻ്റെ വേറെ നെയിമാണ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ക്വിക്ക് റേഷ്യോ ഈസ് ഈക്വൽ ടു ലിക്വിഡ് അസറ്റ് ഡിവൈഡ് ബൈ കറൻറ്റ് ലാബിലിറ്റീസ്. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻസ്. മൂന്നാമത്താണ് സൂപ്പർ ക്വിക്ക് റേഷ്യോ. സൂപ്പർ ക്വിക്ക് റേഷ്യോ ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൂപ്പർ ക്വിക്ക് അസറ്റ്സ് ആൻഡ് കറൻറ്റ് ലാബിലിറ്റീസ്. സൂപ്പർ ക്വിക്ക് റേഷ്യോ ഈസ് ഈക്വൽ ടു സൂപ്പർ ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറൻറ്റ് ലാബിലിറ്റീസ്. Super quick asset is equal to current assets, current liabilities plus market securities.
ഓക്കെ, ഇതുവരെ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലിവറേജ് റേഷ്യോ, ആക്ടിവിറ്റി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ, ഈ 4 റേഷ്യോ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എത്തുന്നതാണ്. സ്റ്റേ ട്യൂൺ.